പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയും അവന്തികയും ഒന്നായിരിക്കുകയാണ്. എന്നിട്ട് സ്വന്തം അച്ഛനെ തിരിച്ചറിഞ്ഞതിൻ്റെ കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അഭി നിൽക്കുന്നത്. അങ്ങനെ അഭിയും അവന്തികയും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ഏട്ടൻ എന്തായാലും എന്നോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ആദ്യം ഞാൻ വന്നപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മതി. കൂടുതൽ അടുപ്പം കാണിച്ചാൽ ഇവിടെയുള്ളവർക്ക് സംശയമൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായടി, എന്തായാലും തന്ത്രപൂർവ്വം നിന്നാലേ സാധിക്കുകയുള്ളൂ. എന്തായാലും നീ ഇവരോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ നിന്നോട്ടെ, എങ്കിലേ ഇവരുടെ മനസ്സിൽ കയറാൻ കഴിയുകയുള്ളൂ. എനിക്ക് ഏതായാലും നീ പറഞ്ഞ പോലെ ഇവരുടെ മനസ്സിൽ ഇടം തേടാൻ പറ്റിയില്ല. അതിനൊക്കെ ഒരു കാരണക്കാരി അമ്മ തന്നെയാണ്. അമ്മയുടെ ഒരു സ്വഭാവവും അമ്മ ഈ തെറ്റായ കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ അച്ഛൻ ഒരുപാട് സന്തോഷമായി. നീ അച്ഛൻ്റെ സന്തോഷം കണ്ടോ? ആ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ചിരിച്ച മുഖവുമായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അഭി പറയുന്നുണ്ട്, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നീ ഏതായാലും അച്ഛൻ്റെ കൂടെ എടുത്ത ആ ഫോട്ടോ എൻ്റെയിലേക്ക് അയക്കി, അതൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തികയുടെ ഫോണിൽ ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവർ ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയും കാണാൻ എന്ത് ഭംഗിയാലേ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നവ്യ ഇത് നോക്കിക്കൊണ്ട്, ഇവരെന്താ ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്നത്? അവന്തികയുടെ ഫോണിലാണല്ലോ കാണുന്നത്. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവർ ഏട്ടനും അനിയത്തിയും ഇങ്ങനെയൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്. ഒറ്റെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും നല്ലോണം ശ്രദ്ധിക്കണം. എന്തായാലും അവൻ്റെ ഫോണിലോട്ട് എന്തൊക്കെയോ അയച്ചിട്ടുണ്ട്. അതൊന്ന് അവനറിയാതെ എടുത്ത് നോക്കിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് നവ്യ. അങ്ങനെ അവന്തിക പറയുന്നുണ്ട്, ഏതായാലും ഏട്ടൻ പെട്ടെന്ന് തന്നെ പോയിക്കോ, ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഏട്ടത്തി കണ്ടാൽ ഞാൻ അത് സംശയത്തിന് വഴി ഒരുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് നവ്യ കേൾക്കുകയാണ്. അപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സംശയിക്കുന്ന രീതിയിൽ എന്തോ കാര്യങ്ങൾ അവളുടെ ഫോണിലുണ്ടല്ലോ, അതാണല്ലോ അവൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും അബിയുടെ ഫോൺ നോക്കിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് അബി മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ മുറിയിലോട്ട് ചെന്ന ശേഷം ഡ്രസ്സൊക്കെ മാറാനായിട്ട് വാഷ്റൂമിലോട്ട് കയറുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ നവ്യ അബിയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവന്തിക വാട്സപ്പിലൂടെ മെസ്സേജും ഫോട്ടോയും ഒക്കെ അയച്ചതായിട്ട് കാണുന്നത്. അങ്ങനെ അത് തുറന്ന് നോക്കുന്ന സമയത്ത് അഭിയും അച്ഛനും അവന്തികയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വാരി കൊടുക്കുന്നതും ഒക്കെ ഫോട്ടോ എടുത്തതാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇതാരോ അപ്പോൾ ഇവരുടെ നടുക്കൊരാൾ നിൽക്കുന്നത്, അതും ഫുഡൊക്കെ വാരി കൊടുത്ത് ഇത്രയും സ്നേഹത്തോടെയും അടുപ്പത്തോടെയും കഴിയുന്നുണ്ടെങ്കിൽ ഇനി ഇത് ഇവരുടെ ആരായിരിക്കും? ഇനി ഇവരെ വിട്ടുപോയി അച്ഛനെങ്ങാനും ആയിരിക്കോ? അവർ തിരിച്ചു വന്നതായിരിക്കോ? ഇനി ഇവർക്ക് ഏഞ്ചലറിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ നവ്യയുടെ മനസ്സിലോട്ട് വരികയാണ്. എന്നിട്ട് നവ്യ എന്തായാലും ഈ ഫോട്ടോ എൻ്റെയിലേക്ക് അയച്ചിടാം, അബി അറിയാതെ അത് ഡിലീറ്റ് ആക്കുകയും ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചിട്ട് അബിയുടെ ആ ഒരു ഫോണിൽ നിന്ന് ആ ഒരു ഫോട്ടോ നവ്യയുടെ മൊബൈലിലോട്ട് അയക്കുകയാണ്. എന്നിട്ട് അയച്ചത് ഡിലീറ്റ് ചെയ്യുകയും ഒരു തെളിവും അവശേഷിക്കാതെ ഫോൺ അവിടെ മെല്ലെ വെച്ചിട്ട് നവ്യ ഒന്നും അറിയാത്ത പോലെ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അബി ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. നവ്യയുടെ ഇരുത്തം കണ്ടിട്ട് അബി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഈയിടെയായിട്ട് കുറച്ച് ചിന്തകളും ഒറ്റയ്ക്കിരുന്ന് ആലോചനകളൊക്കെ കൂടുന്നുണ്ടല്ലോ. ഇനി ഇവൾക്ക് വല്ലതും പിടി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവളുടെ അമ്മ പറഞ്ഞു കൊടുത്തതിൽ എന്തെങ്കിലും സംശയം കാണുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നവ്യയുടെ അടുത്ത് ചെന്നിട്ട്, എന്താ മോളെ നീ ആലോചിച്ച് നിൽക്കുന്നത്? ഈയിടെയായിട്ട് നിനക്ക് എന്തോ ടെൻഷൻ പിടിച്ച പോലെയുണ്ടല്ലോ. എന്താ നിനക്ക് ജോലിയിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഒന്നുമില്ല, ചെറിയൊരു തലവേദന, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതല്ലേ, അതുകൊണ്ടുള്ളതാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബി പറയുന്നുണ്ടോ, ഞാനങ്ങ് ടെൻഷനായി പോയി, അല്ലെങ്കിലും നിനക്കിപ്പോൾ നിൻ്റെ മുഖം വാടിയാൽ വളരെ ടെൻഷനാണ്. കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരി നീയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയെ സോപ്പിടുകയാണ്. ആ ഒരു സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, എടാ നിൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നിന്നെ ഞാൻ പൊളിച്ചടക്കുന്ന ഒരു ദിവസം വരും, അതിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിനെക്കൊണ്ട് കൂടുതൽ അഭിനയിക്കാതെ നീ അടങ്ങിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്.